തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യനാക്കിയ നടപടിക്ക് സ്റ്റേ ലഭിച്ചതോടെ തച്ചനാട്ടുകര പഞ്ചായത്തിൽ ഷഹീർ അലിക്ക് മത്സരിക്കാൻ കമ്മീഷന്റെ അനുമതി. മുൻപ് മത്സരിച്ചപ്പോൾ ചിലവഴിച്ച തുകയുടെ കണക്ക് നൽകാത്തതിനാലാണ് അയോഗ്യത ലഭിച്ചത്. തിങ്കളാഴ്ചത്തെ ഹിയറിംഗിലാണ് അനുമതി ലഭിച്ചത്. തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്തിലെ ചാമപ്പറമ്പ് വാർഡിൽ മത്സരിച്ചിരുന്ന ഷഹീർ അലിയെ കണക്കുകൾ കൃത്യമായി ബോധിപ്പിച്ചില്ലെന്ന് കാണിച്ചായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യനാക്കിയത്. എന്നാൽ കണക്കുകൾ തെരഞ്ഞെടുപ്പിന് ശേഷം മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൽ കൃത്യമായി സമർപ്പിച്ചിരുന്നു എന്നും എന്നാൽ ഇതിൽ അപാകതയുണ്ടെന്ന് തന്നെ നേരിട്ടോ അല്ലാതെയോ അറിയിച്ചിട്ടില്ലെന്നും ഷഹീർ അലി പറഞ്ഞു. തുടർന്നാണ് കോടതിയെ സമീപിച്ചത്. കോടതി അയോഗ്യതയ്ക്ക് സ്റ്റേയും നൽകി. തുടർന്ന് ശനിയാഴ്ച ഹിയറിംഗിൽ വിധിപ്പകർപ്പ് ഹാജരാക്കിയെങ്കിലും രേഖകൾ പരിശോധിക്കാനായി വരണാധികാരി ഹിയറിംഗിന് 24ലേക്ക് മാറ്റുകയായിരുന്നു. ഇതോടെയാണ് മത്സരിക്കുന്നതിലെ തടസ്സങ്ങൾ നീങ്ങിയത്. 2020 തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിച്ചിരുന്നു. ആ മത്സരത്തിൻ്റെ ഭാഗമായിട്ട് സ്വാഭാവികമായും നമ്മൾ മത്സരത്തിന് ശേഷം നമ്മൾ തെരഞ്ഞെടുപ്പിൻ്റെ ചെലവുകൾ കാണിക്കണമെന്നുള്ള കാര്യം നമുക്കറിയാം. അത് കൃത്യമായി മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൽ കൊണ്ടുപോയി കൊടുത്തതാണ്. അതിനുശേഷം ഞാനത് കൊടുത്തിട്ടില്ല എന്നോ അല്ലെങ്കിൽ കൊടുത്തതിൽ എന്തെങ്കിലും അപാകതകളുണ്ടോ എന്നോ എന്നെ അറിയിച്ചിട്ടില്ല. നിയമപ്രകാരം പഞ്ചായത്ത് സെക്രട്ടറി മുഖേന ഇലക്ഷൻ കമ്മീഷൻ ഈ കാര്യം എന്നെ അറിയിക്കണമെന്നാണ് നിയമത്തിലും ചട്ടത്തിലുമൊക്കെ പറയുന്നത്. പക്ഷേ അത്തരത്തിലുള്ള ഒരു വിവരവും എനിക്ക് തരാതെ ഏകപക്ഷീയമായ രൂപത്തിൽ ഇതിൻ്റെ നടപടിക്രമങ്ങളൊന്നും പൂർത്തീകരിക്കാതെ എന്നെ അയോഗ്യനാക്കി എന്നുള്ള വിവരം നോമിനേഷൻ കൊടുക്കേണ്ടതിൻ്റെ ഏകദേശം 2 ദിവസം മുമ്പാണ് ഞാനിങ്ങനെ അയോഗ്യനാക്കപ്പെട്ടു എന്നുള്ള വിവരം എനിക്കറിയുന്നത്. ഉടൻ തന്നെ ഞാൻ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിക്കുകയും എനിക്ക് അനുകൂലമായൊരു വിധി സമ്പാദിക്കുകയും ചെയ്തു. അഥവാ ആ ലിസ്റ്റിൽ നിന്ന് എൻ്റെ പേര് സ്റ്റേ ചെയ്യുന്ന നടപടി എനിക്ക് അല്ലെങ്കിൽ ആ ഒരു വിധി സമ്പാദിക്കാൻ വേണ്ടി കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായി ഞാൻ നോമിനേഷൻ കൊടുക്കുകയും കഴിഞ്ഞ ദിവസം ഹിയറിംഗ് നടന്നു. ഹിയറിംഗ് നടന്നപ്പോൾ എതിർകക്ഷികൾ വിശേഷ UDFൻ്റെ ഭാഗത്തുനിന്ന് ശക്തമായ എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിൻ്റെ ഭാഗമായിട്ട് ഇന്നേക്ക് മാറ്റിവെച്ചു. ഇന്ന് ഹിയറിംഗ് 11 മണിക്ക് തീരുമാനിക്കുകയും ആ ഹിയറിംഗിൽ കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ എനിക്ക് മത്സരിക്കാമെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട തെരഞ്ഞെടുപ്പ് ഓഫീസർ അഥവാ നമ്മുടെ റിട്ടേണിംഗ് ഓഫീസർ എനിക്ക് അനുവാദം നൽകുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് നോമിനേഷൻ അംഗീകരിച്ചത്. ഇത്തവണ 12ാം വാർഡ് കൂരിമുക്കിലാണ് ഷഹീർ അലി മത്സരിക്കുന്നത്. DYFI മണ്ണാർക്കാട് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റാണ് ഷഹീർ അലി. CCN ചത്തല്ലൂർ.